Hello guys, അപ്പോൾ എല്ലാവർക്കും ടെക് ആർട്ട് വ്ലോഗ് സഫാരി എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ചിരട്ട കൊണ്ട് ഒരു മിനിയോൺസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ 3-4 വീഡിയോസായി സ്ഥിരമായിട്ട് നമ്മൾ ചിരട്ട തന്നെയാണ് ക്രാഫ്റ്റ് ഐറ്റമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു മിനിയോൺസ് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അതിനായിട്ട് ഒരു 2 ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ആ ചിരട്ട സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലിയർ ചെയ്ത് തമ്മിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒട്ടിച്ച ഭാഗത്ത് നമ്മളൊരു വൈറ്റ് ടേപ്പും കൂടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മിനിയോൺസ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഒരു യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സാധാ ബ്രഷ്. നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് നമുക്ക് പറയണേ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ല നമ്മൾ ചിരട്ട തന്നെ മെയിൻ താരമായിട്ട് കുറേ ക്രാഫ്റ്റൊക്കെ നമ്മൾ ചെയ്തു. നമ്മളൊരു മിക്കി മൗസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ബാർബി ഡോൾ ചെയ്തു, കൂടെ നമ്മളൊരു പാണ്ടേനെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു മൂങ്ങേനെയൊക്കെയാണ് നമ്മൾ ചിരട്ട ഐറ്റംസ് കൊണ്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒരുമിച്ച് കാണുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞ് സെർച്ച് ചെയ്യാൻ കുറച്ച് പാടാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തേക്കാം. കൂടെ തന്നെ ഐ ബട്ടണിൽ നിങ്ങൾക്ക് നോക്കിയാലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കപ്പോൾ ഈസി ആയിട്ട് പോയി കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ളൊരു ക്രമീകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണേ. നമുക്കപ്പോൾ മിനിയോൺസിൻ്റെ കണ്ണുകൂടി വരച്ചെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഫെവിക്കോളിൻ്റെ ആ ക്യാപ്പില്ലേ അത് വെച്ചാണ് റൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കോമ്പസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. നമ്മളപ്പോൾ മിനിയോൺസിൻ്റെ ഒരു കണ്ണാടിയില്ല ആ സംഭവമായിട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. എങ്കിലാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇതുപോലുള്ള DIYs ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരിലേക്ക് കൂടി ഇങ്ങനെയൊക്കെ DIYസും ബാക്കിയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത് കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യണേ. പിന്നെ ഇപ്പോൾ എന്നാ പറയാനുള്ളത്, നമ്മളപ്പോൾ എന്തായാലും മിനിയോൺസിൻ്റെ ആ കണ്ണാടി ചെയ്തെടുക്കുവാണേ. 2-3 വീഡിയോസായിട്ട് നമ്മളിപ്പോൾ വെളിച്ചത്തേക്ക് വരാറില്ല. നമ്മൾ ഫുള്ള് വോയിസ് ഓവറല്ല കൊടുക്കാറ്. അപ്പോൾ ഉടനടി തന്നെ നമ്മൾ ഫേസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ നാളായി നമ്മളിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുള്ള വീഡിയോസൊക്കെയാണ് ഇടാറ്. നമുക്കപ്പോൾ മിനിയോൺസിൻ്റെ കണ്ണ് ചെയ്യാം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കണ്ണിന് നമ്മൾ പെർഫെക്ഷനും ക്ലാരിറ്റിയും കൂട്ടാനായിട്ട് 2 വൈറ്റ് സ്പോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അറിയാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറയാനായിട്ട്. നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നണമെങ്കിൽ 2 ഐ സ്പോട്ടുകളൊക്കെ നമ്മൾ വിട്ടാലാണ് നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മളപ്പോൾ അങ്ങനെ 2 സ്പോട്ട് വിടുന്നത്. നമ്മളപ്പോൾ മിനിയോൺസിൻ്റെ കണ്ണാടി സ്പെക്സ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ നമ്മുടെ പെൻസിലിൻ്റെ ഇത് വെച്ചാണ് നമ്മളൊരു ഷെയ്ഡ് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ എന്നുകൊണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞാനും സുഖമായിട്ടിരിക്കുവാണേ. വെറുതെ കിട്ടുന്ന സമയം നിങ്ങൾ ചുമ്മാ കളയാതെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ DIYs ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ DIYs ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ സാധാ ചിരട്ട കൊണ്ട് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് വേറെ വലിയ പൈസ മുടക്കുള്ള കേസൊന്നുമല്ല. നമ്മുടെ സാധാ ചിരട്ട വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്കതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മളപ്പോൾ മിനിയോൺസിൻ്റെ കണ്ണിനകത്ത് കുറച്ചും കൂടി നമുക്ക് ബൾജ് റൗണ്ടായിട്ട് എടുക്കുക തോന്നുത്തക്ക വിധം നമ്മളതും ചെറിയൊരു പെൻസിൽ വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെയിൻ്റ് അല്ല കേട്ടോ, ചുമ്മാ നമ്മൾ പെൻസിൽ കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ മിനിയോൺസിൻ്റെ കണ്ണ് എന്തായാലും കട്ട് ചെയ്തെടുക്കാം. ഇതൊന്നും വലിയ പാടുള്ള കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളപ്പോൾ അതിൻ്റെ ആ ബാഗ് അതിൻ്റെ ആ ഷർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഒരു ജീൻസിൻ്റെ തുണി ഇവിടെ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പഴയ ജീൻസിൻ്റെ തുണി അങ്ങ് വെട്ടിയെടുത്താൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ ജീൻസിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ അത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്വിക്ക് വെച്ചോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടുന്ന പശ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ എങ്ങനെ താഴെ വരുന്ന കുറച്ച് ബൾജി ആയിട്ടിരിക്കില്ലെന്ന്. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു പോക്കറ്റ് പോലത്തെ ഒരു സംഭവമില്ലേ അതേപോലെ തന്നെ നമുക്ക് ചുറ്റി അത് വെച്ച് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അതൊരു മെനകേടിലാണ്, രസമായിട്ടിരിക്കും. നമ്മളപ്പോൾ മിനിയോൺസിൻ്റെ പോക്കറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളപ്പോൾ എല്ലാ ഫോട്ടോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിനിയോൺസിനകത്ത് എല്ലാവർക്കും ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പോക്കറ്റും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ആ വള്ളി നിക്കർ പോലത്തെ പരിപാടിയില്ലേ അതിനു വേണ്ടി നമ്മൾ 2 ജീൻസിൻ്റെ സ്ട്രിപ്പ്
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അവൻ്റെ കണ്ണങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 2 കൈ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവന് നമുക്ക് കൈ വരച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് അത്ര അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വരയൊന്നുമല്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും വരച്ചെടുക്കാവുന്ന കേസേ ഉള്ളൂ. നമുക്കപ്പോൾ അവൻ്റെ ആ വായ കൂടി ഒന്ന് വരച്ചെടുക്കാം. നിങ്ങൾക്ക് മിനിയോൺസിന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ മിനിയോൺസും പല പല എക്സ്പ്രഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള എക്സ്പ്രഷനാണ് വരച്ചു കൊടുക്കുന്നത്. കൈ ഇപ്പോൾ നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കുന്നതിനായിട്ട് പേന ഉപയോഗിച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വേറെ അധികം കളേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ അവൻ്റെ ആ ഗ്ലൗസിന് ബ്ലാക്ക് കളറും ബോഡിക്ക് യെല്ലോ കളറും തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കപ്പോൾ അവൻ്റെ കൈ അങ്ങ് വെട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ സ്പീഡ് കൂട്ടി കാണിക്കുന്നു എന്നുള്ളൂ, ശരിക്കും കുറച്ച് പേഷ്യൻസോട് കൂടിയൊക്കെ ആട്ടോ എടുക്കുന്നത്. കുറച്ച് ക്ഷമയൊക്കെ വേണം നമ്മൾ മുറിച്ചൊക്കെ എടുക്കുമ്പോൾ. നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി സ്പീഡ് കൂട്ടി നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളൂ. നമുക്കിപ്പോൾ അവൻ്റെ കൈ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ മിനിയോൺസിന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ മിനിയോൺസിനും അവരുടെ പോക്കറ്റിലേക്ക് ഒരു എംബ്ലം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചുമ്മാ എന്തായാലും ഒരു പേന ഉപയോഗിച്ച് വരച്ചു കൊടുക്കുവാണേ. പിന്നെ പെർഫെക്ഷനൊക്കെ വരാനായിട്ട് അവൻ്റെ ഓരോ പോക്കറ്റിൻ്റെ സൈഡിലൊക്കെ ഓരോ ബട്ടൺസ് പോലെ നമ്മൾ ചുമ്മാ ഒന്ന് പേന കൊണ്ട് വരച്ചെടുക്കുന്നുണ്ട്. അവൻ്റെ കാല് നമ്മൾ വരയ്ക്കുന്നില്ല, വയ്ക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അങ്ങനെ കാലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. ഇപ്പോൾ എന്തായാലും നമ്മൾ മിനിയോൺസിൻ്റെ പണി ഏകദേശം ഫുള്ളായിട്ട് പൂർത്തിയായി എന്ന് പറയാം. അടിപൊളിയല്ലേ? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരട്ടയാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ, ആരും പറയില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരട്ടയാണ്. അപ്പോൾ നമ്മുടെ ഈ സാധാ ചിരട്ട കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് വേറെ ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതിനോടൊപ്പം തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ DIYs ഒക്കെ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തൊരു ദിവസം ഇതിലും നല്ലൊരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് Dinite signing off from Tech Art Vlog Safari. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.